ഞാൻ മെറീന ജോബി. അഗൈൻ വെൽക്കം ബാക്ക് ടു സോറൻ സ്പൈസി. സോറൻ സ്പൈസിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ അല്ലാതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ഇഷ്ടമായിട്ടുള്ള മുളക് ബജിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. വളരെ കുറച്ച് സമയവും മതി. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇത് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പം മുളക് ബജി റെഡിയാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 6 വലിയ ബജി മുളക് എടുത്തിട്ട് 2ആയിട്ട് കീറിയിട്ട് അതിൻ്റെ കുരു എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അധികം എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ കുരു എല്ലാം കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവൊന്നും പ്രശ്നമില്ലെങ്കിൽ അതിൻ്റെ കുരുവപ്പാട് കൂട്ടിയിട്ട് നമുക്ക് ബജി റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് 1 കപ്പ് കടലമാവ് വേണം, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി വേണം, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ വേണം, പിന്നെ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി വേണം. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി വേണം, പിന്നെ ആവശ്യത്തിന് ഓയിൽ വേണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് ബജി റെഡിയാക്കി എടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ബജി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലോട്ട് നമുക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം, പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം, കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് സ്പൂണിനോ ഒരു ഫോർക്കിനോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പാൽപ്പമായിട്ട് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. ബാറ്റർ റെഡിയാക്കുമ്പോൾ കട്ടകളൊന്നുമില്ലാതെ നല്ല കട്ടിയിൽ തന്നെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ നല്ല കട്ടിയിൽ നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഡിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സ്പൂണുമൊക്കെ നന്നായിട്ട് ഇതേപോലെ പിടിച്ചിരിക്കണം. ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബജി റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ ബജി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് മുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ബാറ്ററിൽ മുളക് മുക്കാണ്. എല്ലാ സൈഡിലും നന്നായിട്ട് ബാറ്റർ മുക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ബാറ്ററിൽ നന്നായിട്ട് മുളക് മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കി എല്ലാ മുളകും നമുക്ക് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബജിയുടെ അടുത്ത സൈഡും കൂടെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി ഇന്നത് കളർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഇതാകെ കരിഞ്ഞ പോലെ ആയിപ്പോൾ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റാം. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല ചൂട് ബജിയുടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബജി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, അതുപോലെ തന്നെ വളരെ കുറച്ച് സമയം മതി. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.